അപ്പൊ നമ്മൾ നല്ലത് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മണ്ണിൽ കൊടുത്തതാണ് ഫോസ്ഫറസ് വളം. അത് എല്ലുപൊടി ആണെങ്കിലും അതേപോലെ റോക്ക് ഫോസ്ഫേറ്റ് ഒക്കെ ഇത് നല്ലതാണ്, പെട്ടെന്ന് പൂക്കണം എന്ന് വിചാരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ അമിതമായിട്ട് നമ്മൾ കൊടുക്കുന്നത്. പക്ഷെ ഈ അമിതമായിട്ട് കൊടുക്കുന്നത് നമുക്ക് ദോഷമായിട്ടാണ് വരിക. അങ്ങനെ നമ്മൾ ചെയ്തിട്ടില്ല, അമിതമായിട്ട് നമ്മൾ ഫോസ്ഫറസ് അടങ്ങിയ വളം നമ്മൾ മണ്ണിൽ കൊടുക്കാന്നുണ്ടെങ്കിൽ പിന്നെ മറ്റു നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഒരു വളങ്ങളും ചെടിക്ക് വലിച്ചെടുക്കാൻ പാകത്തിലല്ലാതെ ഇരിക്കും. ഹായ്, നമസ്കാരം. ഫാസിലാണ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് എന്താ വെച്ചാൽ, ഇപ്പം നമ്മളെ ഫ്രൂട്ടുകളൊക്കെ പൂക്കുന്ന ഒരു ടൈമാണ്. കാരണം ഒരു തണുപ്പ് മാസമാണ്. നമ്മളെ മാവും എല്ലാ തരം ഫ്രൂട്ടുകളൊക്കെ പൂത്ത് വരുന്ന ഒരു ടൈം. അപ്പോൾ ഈ ഒരു ടൈമിലായിരിക്കും നമ്മൾ കൂടുതലായിട്ട് ഫോസ്ഫറസ് അടങ്ങിയ വളങ്ങൾ നമ്മൾ കൊടുക്കുക, പൂക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട്. അപ്പൊ മണ്ണിൽ നമ്മൾ അമിതമായിട്ട് നമ്മൾ ഫോസ്ഫറസ് കൊടുത്താൽ എന്താണ് സംഭവിക്കുക, ആ കാര്യത്തെ കുറിച്ചിട്ടാണ് ഇന്നത്തെ എന്റെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് കേട്ടോ. അതിന്റെ കൂടെ തന്നെ നമ്മൾ ഉപമൂലകമായിട്ടുള്ള മഗ്നീഷ്യത്തിന്റെ കുറവ് മൂലം നമ്മളെ ചെടികളിൽ എന്താണ് സംഭവിക്കുക എന്ന കാര്യത്തെ കുറിച്ചും ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ചെടികൾ പൂക്കാൻ വേണ്ടിയിട്ടും അതേപോലെ വേര് വളർച്ചയ്ക്ക് വേണ്ടിയിട്ടും നമ്മൾ ഫോസ്ഫറസ് കണ്ടന്റ് അടങ്ങിയിട്ടുള്ള വളങ്ങൾ നമ്മൾ ചെടികളിൽ കൊടുക്കാറുണ്ട്. അപ്പൊ പൂക്കുന്ന ഒരു സ്റ്റേജിലാണ് നമ്മളിത് അമിതമായിട്ട് നമ്മൾ കൊടുക്കുക. ഇപ്പൊ രാസരൂപത്തിലാണെന്നുണ്ടെങ്കിൽ നാനോ DAP അല്ലെ DAP വളങ്ങളായിട്ടോ ഇനി മറ്റേ NPK വളത്തിൽ തന്നെ ഫോസ്ഫറസ് കണ്ടന്റ് കൂടുതൽ അടങ്ങിയിട്ടുള്ള വളങ്ങളായിട്ടൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. ഇപ്പൊ ഇലകളിൽ സ്പ്രേ ചെയ്തിട്ടും കൊടുക്കും, അതേപോലെ മണ്ണിലിട്ടിട്ടും കൊടുക്കും. ഇപ്പൊ ജൈവ രൂപത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലുപൊടി ഇട്ട് കൊടുക്കും, അതേപോലെ റോക്ക് ഫോസ്ഫേറ്റ് ഇട്ട് കൊടുക്കും, അതേപോലെ മറ്റു മാർഗത്തിലൂടെയൊക്കെ നമ്മൾ ഫോസ്ഫറസ് അടങ്ങിയ വളങ്ങൾ നമ്മൾ മണ്ണിൽ കൊടുക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മൾ മണ്ണിൽ ഫോസ്ഫറസ് അടങ്ങിയ വളങ്ങൾ അമിതമായിട്ട് കൊടുത്താൽ എന്താണ് സംഭവിക്കുക, ഇതൊക്കെ നമ്മൾ ഈ കൊടുക്കുന്ന ഫോസ്ഫറസ് അടങ്ങിയ വളങ്ങളൊക്കെ ഫോസ്ഫേറ്റ് രൂപത്തിലായിരിക്കും മണ്ണിൽ കിടക്കുന്നത്. അപ്പൊ അത് സൂക്ഷ്മ ജീവാണുക്കളുടെ പ്രവർത്തനത്തിലൂടെയാണ് ഈ ഫോസ്ഫേറ്റ് രൂപത്തിൽ ഇരിക്കുന്ന ഈ വളത്തെ ഫോസ്ഫറസ് ആക്കി അയച്ചാൽ ലയിപ്പിച്ചിട്ട് ചെടികൾക്ക് വലിച്ചെടുക്കാൻ പാകത്തിലാക്കുന്നത്. അല്ലാത്ത പക്ഷേ ഇത് ഫോസ്ഫേറ്റ് രൂപത്തിൽ തന്നെ നമ്മൾ അമിതമായിട്ട് ഫോസ്ഫറസ് അടങ്ങിയ വളം നമ്മൾ കൊടുത്താൽ ഇത് ഫോസ്ഫേറ്റ് രൂപത്തിൽ തന്നെ ആയിരിക്കും കിടക്കുന്നത്. അപ്പൊ ചെടികൾക്ക് വലിച്ചെടുക്കാൻ പാകത്തിലായിരിക്കില്ല. അപ്പൊ ഇങ്ങനെ കിടക്കുന്ന സാഹചര്യത്തിൽ എന്തായിരിക്കും സംഭവിക്കുക, മറ്റു മൂലകങ്ങൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതും ചെടിക്ക് വലിച്ചെടുക്കാൻ പാകത്തിലാവില്ല. അതായത് നൈട്രജനും അതേപോലെ പൊട്ടാസ്യം ഒക്കെ വലിച്ചെടുക്കാൻ പാകത്തിലായി നൈട്രജൻ നൈട്രേറ്റ് രൂപത്തിലായിരിക്കും. അപ്പൊ ഇത് കറക്റ്റ് വലിച്ചെടുക്കാൻ വേണ്ടി പാകത്തില്ല. അപ്പൊ ഇത് വലിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അത് ലയിക്കണം. അത് ലയിക്കണം എന്നുണ്ടെങ്കിൽ സൂക്ഷ്മ ജീവാണുക്കളുടെ പ്രവർത്തനം നല്ല രീതിയിൽ നടക്കണം. അപ്പൊ നമ്മൾ അമിതമായിട്ട് രാസവളം നമ്മൾ മണ്ണിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത് നടക്കൂല. കാരണം നമ്മൾ രാസവളം കൊടുത്ത് പിന്നെ നമ്മൾ വീണ്ടും ജൈവ രൂപത്തിൽ എല്ലുപൊടിയോ അങ്ങനെയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ചെടിക്ക് കറക്റ്റായിട്ട് വലിച്ചെടുക്കാൻ പറ്റില്ല. കാരണം ഇത് ഫോസ്ഫേറ്റ് രൂപത്തിലാകുമ്പോൾ ആ വേരുകൾക്ക് അത് വലിച്ചെടുക്കാൻ പറ്റൂല. അപ്പൊ സൂക്ഷ്മ ജീവാണുക്കൾ നിർബന്ധമാണ് മണ്ണിൽ. അപ്പൊ നമ്മൾ നല്ലത് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മണ്ണിൽ കൊടുത്തതാണ് ഫോസ്ഫറസ് വളം. അത് എല്ലുപൊടി ആണെങ്കിലും അതേപോലെ റോക്ക് ഫോസ്ഫേറ്റ് ഒക്കെ ഇത് നല്ലതാണ്, പെട്ടെന്ന് പൂക്കണം എന്ന് വിചാരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ അമിതമായിട്ട് നമ്മൾ കൊടുക്കുന്നത്. പക്ഷെ ഈ അമിതമായിട്ട് കൊടുക്കുന്നത് നമുക്ക് ദോഷമായിട്ടാണ് വരിക. കാരണം ഇത് ഒരു വളങ്ങളും ചെടിക്ക് വലിച്ചെടുക്കാൻ പാകത്തിൽ ആവൂല. പിന്നെ അപ്പൊ ഇതിനി വലിച്ചെടുക്കാൻ പാകത്തിലാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, കാരണം ബാക്ടീരിയ അടങ്ങിയിട്ടുള്ള വളങ്ങൾ നമ്മൾ കൊടുക്കണം. അപ്പൊ അതിന് നല്ലൊരു വളമാണ് നമ്മളെ വാം. അപ്പോൾ വാം എല്ലാവർക്കും അറിയാം, കാരണം ജൈവ രൂപത്തിലുള്ള ഒരു ബാക്ടീരിയ ആണ്. അപ്പോൾ ഇത് നമ്മൾ വേര് വളർച്ചക്കും ഇത് വാം നമ്മൾ കൊടുത്താൽ എന്താ സംഭവിക്കുക വെച്ചാൽ വേരുകളിൽ ഇത് പറ്റിപ്പിടിക്കും. അപ്പോൾ വേരുകളിൽ രോഗങ്ങൾ വരാതെ വേരുകൾ നല്ല ഹെൽത്തി ആയിട്ട് വളരാനൊക്കെ ഇത് സഹായിക്കും. അതേ രൂപത്തിൽ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഈ ഫോസ്ഫറസ് വളങ്ങളുണ്ടല്ലോ, അത് ഫോസ്ഫേറ്റ് രൂപത്തിലായിരിക്കുമല്ലോ. അപ്പോൾ ഈ വളത്തെ പെട്ടെന്ന് തന്നെ ഫോസ്ഫേറ്റ് രൂപത്തിൽ നിന്നും ഫോസ്ഫറസ് രൂപത്തിലാക്കുക, അയച്ചാൽ ലയിപ്പിച്ചിട്ട് ചെടികൾക്ക് വലിച്ചെടുക്കാൻ പാകത്തിന് പെട്ടെന്നാക്കാൻ സഹായിക്കും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ചെടി നടുന്ന ടൈമിലൊക്കെ നമ്മൾ വാം ഇട്ട് കൊടുക്കണം എന്നുള്ളത് പറയുന്നത്. അപ്പൊ എന്താണ് വാം എന്നും വാമിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാന്നുള്ളതിന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആദ്യം മനസ്സിലാക്കേണ്ടത് വാം ഒരു വളമല്ല കേട്ടോ, വാം ഒരു ബാക്ടീരിയ ആണ്. അപ്പൊ വാം നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കുന്നതിലൂടെ നമ്മൾ ഈ വളങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ചെടികൾക്ക് വലിച്ചെടുക്കാൻ പാകത്താഴ്ച ഫോസ്ഫേറ്റിനെ ഫോസ്ഫറസ് രൂപത്തിലാക്കാൻ വേണ്ടി സഹായിക്കും. അതേപോലെ തന്നെ നമ്മൾ വാം അല്ലാതെ തന്നെ ഫോസ്ഫോ ബാക്ടീരിയ എന്ന് പറഞ്ഞിട്ടുള്ള വളങ്ങളും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. അത് വെച്ചാൽ ഒരു ബാക്ടീരിയ ആണ്, ഫോസ്ഫേറ്റിനെ ഫോസ്ഫറസ് രൂപത്തിലാക്കുന്ന ഒരു ബാക്ടീരിയ ആണ് ഫോസ്ഫോ ബാക്ടീരിയ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് നമ്മൾ വാങ്ങിയിട്ടും ഒരു 5 ml 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ടൊക്കെ നമ്മൾ ചെടികളെ ചുവട്ടിൽ മാസത്തിലൊരിക്കൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഫോസ്ഫറസ് വളങ്ങളൊക്കെ ഫോസ്ഫേറ്റ് രൂപത്തിലാണെങ്കിൽ അത് ചെടിക്ക് വലിച്ചെടുക്കാൻ പാകത്തിലാക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ നല്ലതാണ് കേട്ടോ. ഇതിപ്പോ ഈ ഫോസ്ഫോ ബാക്ടീരിയ എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലെ നൈട്രജൻ വളം നൈട്രേറ്റ് രൂപത്തിലായിരിക്കും. അപ്പൊ അത് നൈട്രജൻ ആക്കാൻ വേണ്ടിയിട്ടുള്ള ബാക്ടീരിയകൾ ഉണ്ട്. അതേപോലെ പൊട്ടാസ്യം
കാൽഷ്യം വളം നമുക്ക് പെട്ടെന്ന് ചെടികൾക്ക് വലിച്ചെടുക്കാൻ പാകത്തിലാക്കുന്ന ബാക്ടീരിയകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതെന്താണോ ആവശ്യം എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കിയിട്ട് വേണം അതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ മണ്ണിൽ ഉപയോഗിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ചെയ്തിട്ടില്ല. അമിതമായിട്ട് നമ്മൾ ഫോസ്ഫറസ് അടങ്ങിയ വളം നമ്മൾ മണ്ണിൽ കൊടുക്കാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഒരു വളങ്ങളും ചെടിക്ക് വലിച്ചെടുക്കാൻ പാകത്തിലല്ലാതെ ഇരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ, നമ്മൾ ആ ഇട്ട് കൊടുത്ത വളത്തിന്റെ ഗുണം കിട്ടൂല, ചെടി മുരടിച്ച് നിൽക്കും. ഇനി എന്നോട് 2-3 ആൾക്കാർ ചോദിച്ചിട്ടുള്ളതാണ് നമ്മളെ സെക്കൻഡറി എലമെന്റ്സിൽ പെട്ടിട്ടുള്ള ചെറു ഉപമൂലകമായിട്ടുള്ള മഗ്നീഷ്യം. ഈ മഗ്നീഷ്യത്തിന്റെ കുറവിൽ നമ്മൾ എല്ലാവർക്കും അറിയാം ചെടിന്റെ അരിതകം നിലനിർത്തുന്നതാണ് മഗ്നീഷ്യം. വെച്ചാൽ മറ്റു വളങ്ങളൊക്കെ ചെടികൾക്ക് വലിച്ചെടുക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യും. അതേപോലെ തന്നെ നമ്മളെ ചെടിയിൽ അരിതകം, ഈ പച്ചപ്പ് ഉണ്ടല്ലോ, ഈ ഇലകളിലുള്ള പച്ചപ്പ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ മഗ്നീഷ്യം അടങ്ങിയ വളങ്ങൾ നമ്മൾ കൊടുക്കുന്നത്. ഇത് നമുക്ക് പല രൂപത്തിൽ കൊടുക്കാം. കാരണം ഡോളോമേറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ അതിൽ മഗ്നീഷ്യം കിട്ടുന്നുണ്ട്. അതല്ലാതെ തന്നെ നമ്മൾ എപ്സം സാൾട്ട് കൊടുക്കുമ്പോൾ അതിൽ മഗ്നീഷ്യം കിട്ടുന്നുണ്ട്. മറ്റു മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ കൊടുക്കുന്നതിലൂടെ നമുക്ക് മഗ്നീഷ്യം കിട്ടുന്നുണ്ട് ചെറിയ തോതിൽ. അപ്പോൾ ഇത് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് കാര്യമായിട്ട് ദോഷമില്ലല്ലോ എന്ന് എന്നോട് 2-3 ആൾക്കാർ ചോദിച്ചിരുന്നു. അപ്പോൾ മഗ്നീഷ്യം നമ്മൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ചെടിയിലെ ഹരിതകം നിലനിൽക്കൂല. അതൊന്നാമത്തെ കാര്യം. അപ്പോൾ ഈ ഹരിതകം നിലനിൽക്കാതിരിക്കുന്ന ടൈമിൽ എന്തായിരിക്കും സംഭവിക്കുക വെച്ചാൽ, രാവിലെ തന്നെ ചെടികളിൽ വളങ്ങൾ വലിച്ചെടുക്കുക വെച്ചാലും ഇലകളിൽ അന്നജം പാകം ചെയ്യുന്നുണ്ടല്ലോ. ഈ അന്നജം പാകം ചെയ്യുന്ന നമ്മളെ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ അതിൻ്റെ ഊർജ്ജം വലിച്ചെടുത്ത് ഇലകളിൽ വലിച്ചെടുത്തിട്ടാണ് ഈ അന്നജം പാകം ചെയ്യുക. അപ്പോൾ നമ്മൾ ഇലകളിൽ ഹരിതകം ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഊർജ്ജം വലിച്ചെടുക്കുക, സൂര്യൻ്റെ ഊർജ്ജം വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അപ്പോൾ അങ്ങനെ സാധിക്കാതെ വരുമ്പോൾ എന്താ, ഇലകളിൽ അന്നജം പാകം ചെയ്യൽ നടക്കൂല. അപ്പോൾ ഇലകളിൽ അന്നജം പാകം ചെയ്യൽ നടക്കാതിരിക്കുമ്പോൾ എന്താണ്, ചെടികളിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങളൊന്നും ചെടികൾക്ക് വലിച്ചെടുക്കാൻ പാകത്തിലാവൂല. ചെടി മുരടിച്ച് നിൽക്കും. കാരണം ഒരു പോഷകങ്ങളും ചെടിക്ക് കിട്ടാതെ വരും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ഇങ്ങനെ ഇപ്പോൾ പ്രധാന മൂലകങ്ങളാണെങ്കിലും അതേപോലെ സെക്കൻഡറി എലമെന്റ്സ് ആണെങ്കിലും സൂക്ഷ്മ മൂലകങ്ങളാണെങ്കിലും അത് ചിലത് ചെറിയ തോതിലായിരിക്കും കിട്ടേണ്ടത്. പക്ഷെ അത് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ കൊടുക്കണം. അത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രധാന മൂലകങ്ങൾ വരെ ചെടികൾക്ക് വലിച്ചെടുക്കാൻ പാകത്തിലാവൂല. അപ്പോൾ അത് ചെടി മുരടിച്ച് നിൽക്കാനും അതേപോലെ അതിൽ നിന്ന് കായ്ഫലം നമുക്ക് കിട്ടാതിരിക്കാനൊക്കെ കാരണമാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. താങ്ക്